അറിയില്ലേ അവിടെ എവിടെ പച്ചക്കറി വാങ്ങാൻ പോയതാണ് ചേട്ടേ കാലത്ത് പോയപ്പോൾ നല്ലൊരു മഴ ചെറിയൊരു വെയിലില്ലായിരുന്നു. അച്ഛനുള്ളോടെയൊക്കെ മഴ പിന്നാലെ വേണ്ടി ആ വെയില് അയ കെട്ടിയതാ കണ്ടാ അയ ഇടലും മഴ കേട്ടപ്പോ വേഗം കെട്ടിയില്ലേ. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. കുറച്ച് വെണ്ടയ്ക്ക ഉണ്ട് കേട്ടോ, വെറും വെണ്ടയ്ക്ക മാത്രമാണ്. നന്നായി കഴുകിയെടുത്തിട്ടുണ്ട്. വെണ്ടയ്ക്ക വെച്ചിട്ട് അടിപൊളിയൊരു കറി ഉണ്ടാക്കാം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ നമ്മളെ സപ്പോർട്ട് ചെയ്യാട്ടാ. വെണ്ടയ്ക്ക നന്നായി കഴുകിയിട്ട് മുറിച്ചെടുക്കണം, നോക്കണം കേട്ടോ. വലിയ സാമ്പാറിന് പോലെ അരിയണം കേട്ടോ. രണ്ട് സൈഡ് നോക്കിയിട്ടായിരിക്കും, അല്ലെങ്കിൽ നോണ് കുട്ടനുണ്ടാവും. രണ്ടെണ്ണം കിട്ടി. അമ്മ എൻ്റെ ചട്ടിയൊക്കെ പൊത്തിട്ട് അതൊരു സ്ഥിരം പണിയാ. നമുക്ക് വെണ്ടയ്ക്ക കറി വയ്ക്കാം. ചട്ടിയും ചൂടാവട്ടെ. കുറച്ച് എണ്ണ വെച്ച് കൊടുക്കാം കേട്ടോ, കുറച്ച് മതി. ഇതിലേക്ക് വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം. അതൊരു 1/4 കിലോ വെണ്ടയ്ക്ക ഉണ്ട് കേട്ടോ. വെണ്ടയ്ക്ക ഒന്ന് നന്നായി വഴറ്റിയെടുക്കണം കേട്ടോ. വാങ്ങിച്ചിട്ട് വെണ്ടയ്ക്കൊക്കെ നന്നായി വാടി വന്നു കേട്ടോ. ഇതിലേക്ക് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കുക. ഒരു നെല്ലിക്ക വലുപ്പത്തിട്ട, ചെറുത് മതി. പുളിങ്കറിയാണ്. കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഇതൊന്ന് വേകട്ടെ. അപ്പോഴേക്കും നമുക്ക് തേങ്ങ അരച്ചിട്ട് വരാം. ചെറിയൊരു മുറി തേങ്ങ, 5 വറ്റൽമുളക്, ഒരു 1/2 ടീസ്പൂൺ ജീരകം, 3 കൂടി നന്നായി അരച്ചിട്ട് വരാം. വെണ്ടയ്ക്ക തിളച്ചാൽ നോക്കാം. നന്നായി തിളച്ച് വന്നു കൂട്ടാം. ഇതിലേക്ക് അരപ്പിട്ട് കൊടുക്കാം കേട്ടോ. കുറച്ചും കൂടി ജാറിയായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഒന്ന് തിളക്കട്ടെ. നമ്മുടെ കറി തിളച്ചു, ഓഫാക്കുക. ഞാൻ താളിച്ചൊഴിക്കണം കേട്ടോ. കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. പട്ടിയൊക്കെ ഓരിയിരുന്നു, എന്താണാവോ. വെളിച്ചെണ്ണ ചൂടാവട്ടെ. നായി ഓളിയിരുന്നു. കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. കുറച്ച് കറിവേപ്പില. സിമ്പിൾ പുളിങ്കറി കേട്ടോ. വെണ്ടയ്ക്ക അതേപോലെ വെക്കാത്തത് വരുന്നു. ഇതിലും ടേസ്റ്റാണ്. വെണ്ടയ്ക്ക മാത്രം. ഉള്ളി വേണ്ട, തക്കാളി വേണ്ട, ഒന്നും വേണ്ട. സൂപ്പർ ടേസ്റ്റാണ്. കൊത്തവരയ്ക്ക് ഉപ്പേരി വയ്ക്കണ്ട, തോരൻ. കടുക് കൊടുക്കാം.
പച്ചമുളകും സവാളയും കുറച്ച് കറിവേപ്പില കൊടുക്കുക. കഴിഞ്ഞ് കറിവേപ്പില കുറച്ച് കൊടുക്കാം. ഇതൊക്കെ ചെറുതായി മൂപ്പായോ എടുത്തിട്ട് കൊടുക്കാം. അടച്ച് വെച്ചിട്ട് വേഗട്ടെ കേട്ടോ. കൊത്തവര വന്താ നോക്കാട്ടാ. അടിപൊളിയായിട്ട് വന്നു. കുറച്ച് തേങ്ങിട്ട് കൊടുക്കാം. കൊത്തവര തോരൻ റെഡി ആയിട്ടാണ്. ചോറാക്കി കൊടുക്കട്ടെ. ചോറൊക്കെ ഉണ്ടാ കുറച്ച് ചോറ് മതി. മതി. കൊത്തവര ഉപ്പേരി. എൻ്റെ സൂപ്പർ പുളിങ്കറി കണ്ടത്. ഒരു പച്ചക്കറിയും കൊണ്ട് അടിപൊളിയായിട്ട്. മതിയോ? സ്കൂളിനെ തലയൊക്കെ കെട്ടിയിട്ട് സ്കൂളിൽ അയക്കട്ടെ. ചേട്ടൻ്റെ മുകളിലേ വാഴ വന്ന് വീണു. ഞാനും ഏട്ടനും എങ്ങനെയൊക്കെയോ വലിച്ചുട്ടാ. മൂത്തിട്ടില്ല കൊല മൂത്തിട്ടില്ല. വേണ്ടല്ലോ ഒരു പ്രാണി. ഇപ്പം ഞങ്ങൾ അന്ന് കൊല വെട്ടിയതൊക്കെ കളഞ്ഞു കേട്ടാ. ഒരു കൊല പഴുത്ത് അങ്ങനെ കളഞ്ഞു. വേണ്ട ഒരു വെള്ള പ്രാണി. അതെന്തോ രോഗം തോന്നുന്നു. ഹലോ ഹലോ എന്തോ ഉണ്ടായി. മൊത്തം അങ്ങോട്ട് പോയാ മണ്ണിന്ന്. അതൊക്കെ പിന്നെ വെട്ടാ. അതിന് കളയ ഇനി നമ്മൾ പണിയാവും. തലപ്പ് വെട്ട് ഒറ്റ വെട്ട്. പതുക്കെ ഓട് പോണ്ട. എവിടെയാ വെട്ടി? അപ്പുറത്ത് വെട്ടേണ്ടത്. സ്പീഡ് കൂടുതലാ ഇത്തിരി. എന്തിനാ അവിടെ വെട്ടി? അങ്ങോട്ട് വെട്ട്. എന്തായാലും കൊല വരുമ്പോഴേക്ക് ഇന്ന് മുകളിൽ വെട്ടിക്കാം. അവിടെ തടസ്സം. ഇനി മുകളിൽ വെട്ടിക്കാം. ഞങ്ങൾ സ്കൂളിൽ വിട്ട് വരും കേട്ടോ. ഞാനും ഉണ്ണിയും കൂടിയിട്ട്. ഈ പൂവിൻ്റെ പേര് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക? ഞങ്ങളുടെ അതിന് കൃഷ്ണകിരീടം എന്നാണ് പറയുക കേട്ടോ. എന്താ നല്ല ഭംഗി. നല്ല കൊണ്ടയിൽ നിൽക്കുന്നുണ്ട്. കുറേ ഉണ്ട്. വേണ്ട കാടിൻ്റെ ഉള്ളിൽ നിറയെ. കണ്ടപ്പോൾ എടുത്തതാണ് കേട്ടോ വീഡിയോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവർക്ക് എല്ലാവർക്കും ടാറ്റ.